ഹലോ ഗായ്സ്, അസ്സലാമുഅലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ സമയം 12:30 കേട്ടോ, രാത്രി 12:30 സമയമാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളേ. ഡ്യൂട്ടി പഞ്ച് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കെന്നെ കൂട്ടാനായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രീ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി വാങ്ങാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലു മോൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ ലുലു മോളുള്ളത്. അപ്പോൾ നമുക്ക് ലുലു മോളിലെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ലുലു മാളിൻ്റെ അടുത്തെത്തിട്ടോ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ടൈം എത്ര വൈകിയാലും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ എപ്പോഴും ഉള്ളത്. അങ്ങനെ എനിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസുകൾ വാങ്ങാനായിട്ട് ഞങ്ങൾ പോകുന്നത്. കാരണം എനിക്ക് മേക്കപ്പിലൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, പക്ഷേ നാട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ വിചാരം എപ്പോഴും അതൊക്കെ തുടർന്ന് ഉപയോഗിക്കും. ശരിക്കും ഞാൻ യൂസ് ആക്കുന്നത് അങ്ങനെ ഗൈസ്, ഇക്കയാണ് കേട്ടോ എനിക്ക് സെലക്ട് ചെയ്ത് തരുന്ന ആൾ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല, അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഫസ്റ്റ് തന്നെ മെഹന്തി ആട്ടോ സെലക്ട് ആക്കിയത്. നമ്മളെങ്ങോട്ടും പോണില്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഇങ്ങനെ ചിന്ന പോക്കല്ലേ. അതിന് എനിക്ക് വലിയ പൗഡർ മതി. ഇവിടുന്ന് നമ്മൾ എന്താ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നില്ലേ, അതന്നെ യൂസ് ചെയ്തിട്ടില്ല. അതിനാണ് അവിടെ വെച്ച്. അതിലൊന്നാ അത് എടുത്തല്ലേ, ഒന്ന് ചെറുതെടുത്താൽ മതി. ഇതിന്റെ കൊണ്ടോ ഒന്നും വേണ്ട, അത് ഞാൻ ഉപയോഗിക്കും. എനിക്ക് വേണ്ടായിട്ട് ഇക്കുക, ഞാൻ ഇപ്പം എടുക്കണില്ലേ. ഇപ്പം നമ്മൾ എവിടേക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കില്ലല്ലോ. വേണ്ട, എന്താണ് എക്സ്പയറി ആയി പോക്ക. അതാ അങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കുറച്ചും കൂടി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ ധന ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറേ സാധനങ്ങൾ സെലക്ട് ആക്കിട്ടോ. എനിക്ക് ഏതെങ്കിലും വാങ്ങിട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഫിഷ് മാർക്കറ്റിൽ കയറി ഫിഷ് വാങ്ങിട്ടോ. അവിടെ ഇങ്ങനെ റേറ്റും എത്ര kg എത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, അത് ഫസ്റ്റ് വാങ്ങി. കാരണം ഞങ്ങൾ അവിടെ നിന്ന് മറ്റടുത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സമയം 1 മണിയായപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അത് വാങ്ങി. ബാക്കി പിന്നെ ഇവിടെ ഇങ്ങനെ കോക്കനട്ടൊക്കെ ഇങ്ങനെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, റേറ്റൊക്കെ എഴുതിയിട്ട്. പപ്പായ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. ബീഫൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, നമുക്ക് വേണ്ടത് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് ഇക്ക എന്ത് ചെയ്തു, ഫിഷൊക്കെ തൂക്കിയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത സാധനങ്ങൾ വാങ്ങാണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. എൻ്റെ മക്കളെ, ഇവിടെയാണ് കേട്ടോ ഇനി കാണേണ്ടത്. നമ്മളെപ്പോലെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങുമായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ എനിക്ക് ഉണ്ടെങ്കിലും ഞാനിങ്ങനെ വാങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പം എനിക്ക് പൊതുവേ മേക്കപ്പിനോടൊന്നും വലിയ ഇതില്ല. പണ്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 2 സാധനമാണ്, ഒന്ന് ബാഗും ഒന്ന് ഷൂവും. അതെനിക്ക് എത്ര ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൂടുതൽ വാങ്ങുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളക്ഷൻസ്. ഇപ്പം പിന്നെ അങ്ങനെ എന്തൊക്കെ എന്തോ അങ്ങനെ കേസ്, ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി ബില്ലാക്കി. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ എനിക്കുള്ള പരിപാടി എന്താ വെച്ചാൽ ഇങ്ങനെ വീഡിയോകൾ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാരണം ഞാൻ എവിടെ ചെന്നാലും വീഡിയോ എടുക്കുന്ന പരിപാടിയായിട്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ പ്രാന്താവും, എന്നാലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പാവാം. അങ്ങനെ കേസ്, ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോകാൻ കേട്ടോ കേസ്.
ഷവർമയൊന്നും വേണ്ട, നിങ്ങൾ വന്നായിക്കാണ്ട് മനുഷ്യന് ശ്വാസം മുട്ടാണ്. അങ്ങനെ കേസ് വണ്ടി മൂവ് ചെയ്തപ്പോഴത്തേക്ക് ആൾക്ക് ഷവർമ തിന്നാൻ കൊതി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നോമ്പ് തുറന്നാൽ വയറൊക്കെ ഫുള്ളായത് കാരണം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പിന്നെ അവിടെ നിന്ന് വീണ്ടും റൂമിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരുന്നു കേട്ടോ, കാരണം എനിക്ക് ഇതല്ലാതെ വേറെ പരിപാടിയില്ലല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.